മിൽമ ബോർഡ് യോഗത്തിൽ നിന്ന് എറണാകുളം മേഖലാ യൂണിയൻ ഭാരവാഹികൾ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോന്നു. വില കൂട്ടാനുള്ള സർക്കാർ തീരുമാനം ചെയർമാൻ നടപ്പാക്കുന്നില്ലെന്ന് ഭാരവാഹികൾ ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പെരുമാറ്റച്ചട്ടം മറയാക്കി വിലവർദ്ധനവ് പിടിച്ചു നിർത്തുകയാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. VP സഫ്വാൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സഫ്വാൻ, എന്താണ് ഉണ്ടായത്? അഹിംസ, ഇപ്പോഴും യോഗം കഴിഞ്ഞിട്ടില്ല. അതിനിടക്കാണ് എറണാകുളം യൂണിയൻ ഭാരവാഹികൾ ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇന്നലെ സർക്കാർ 4 രൂപ വില വർധനവിന് അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒക്കെ അനുമതി ഈ വിഷയത്തിൽ ആവശ്യമായതിനു ശേഷം ഈ മെയ് 4-ന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനിടയിലാണ് ഈ യോഗം ചേർന്നതിനിടയിൽ ഈ എറണാകുളം യൂണിയൻ ഭാരവാഹികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇപ്പോൾ എറണാകുളം യൂണിയൻ ഭാരവാഹി വത്സലം പിള്ള നമ്മോട് ചേരുന്നു. എന്താണ് യോഗത്തിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോരാനുള്ള സാഹചര്യം? നിലവിൽ നമ്മൾ പാൽവില വർദ്ധിപ്പിക്കുന്നതിനുള്ള തീരുമാനം 2025 ഡിസംബറിൽ തന്നെ എടുത്തിട്ടുള്ളൊരു തീരുമാനമാണ്. ആ തീരുമാനം നടപ്പാക്കണമെന്ന് നിരന്തരമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. ഇന്നത്തെ യോഗത്തിലെ അജണ്ടയിലും ആ കാര്യം ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇന്ന് ചെയർമാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അതിനുശേഷം തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. പെരുമാറ്റച്ചട്ടം ഒരു സാങ്കേതിക നടപടിയല്ലേ? അതിനുശേഷം എടുക്കാമെന്ന് പറയുന്നതിൽ എന്താണ് പ്രശ്നം? പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നടന്ന ഏപ്രിൽ 9-ന് ശേഷം അതിൽ പല ഇളവുകളും നൽകിയിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ടാൽ, മുൻകൂട്ടി ആവശ്യപ്പെട്ടാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് അനുവാദം നൽകുകയും ചെയ്യും. മാത്രമല്ല, പാൽവില വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ നമ്മൾ വാങ്ങുന്നതും വിൽക്കുന്നതും വില നിശ്ചയിക്കുന്നുള്ള അധികാരം കേരള ഹൈക്കോടതി അത് കർഷകൻ്റെ പ്രതിനിധിയായിട്ട് മിൽമയ്ക്കാണ് അനുവദിച്ച് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ വില വർദ്ധിപ്പിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗീകാരം നിർബന്ധമാണോ എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് പോലും ചെയർമാനും MDക്ക് ഒരു മറുപടി പറയാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വില വർദ്ധിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. യോഗത്തിൽ എന്താണ് ഉണ്ടായത്? തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ കഴിയുന്ന മുറയ്ക്ക് വീണ്ടും ഒരു ബോർഡ് യോഗം വിളിച്ചുകൂട്ടി ഉടനെ പാൽവില വർദ്ധിപ്പിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിരന്തരമായി 5-6 ബോർഡ് യോഗങ്ങളിൽ നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ആദ്യമായിട്ട് ഈ പാൽവില വർദ്ധിപ്പിക്കുന്ന തീരുമാനം എടുത്ത സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് GST കുറച്ചു. അപ്പോൾ ഈ GSTയുടെ അതിൻ്റെ പ്രയോജനം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പാൽവില വർദ്ധിപ്പിച്ചാൽ അത് ഉപഭോക്താക്കൾക്ക് ഫീൽ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മാറ്റിവെക്കാണ്ട്. അപ്പോൾ ഓരോ രാഷ്ട്രീയപരമായൊരു ഗൂഢാലോചന നേരത്തെ സംസാരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു, എന്താണ് അത്? ഇപ്പോൾ ഈ തീരുമാനം നീട്ടി കൊണ്ടുപോകുന്നത് ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ആ സർക്കാർ നടപ്പാക്കട്ടെ എന്നുള്ള ഒരു ഗൂഢലക്ഷ്യമാണോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കുന്ന പല ആളുകളും പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയമായി പ്രതികരിക്കുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് തീർച്ചയായും രാഷ്ട്രീയമുണ്ട്. പക്ഷേ കർഷകരുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കേണ്ടത്. അങ്ങനെ നിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. നിങ്ങൾക്കറിയാം, ഇപ്പോൾ കൊടും വേനലാണ്, കടുത്ത ചൂടാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. കർഷകരാണെങ്കിൽ പകുതിയോളം ഈ രംഗത്തുനിന്ന് പോയി കഴിഞ്ഞ് പാലിൻ്റെ അളവും വളരെ കുറഞ്ഞിരിക്കുന്നു. ഇനിയുള്ള കർഷകരെങ്കിലും ഈ രംഗത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉടനടി ചെറിയതായതെങ്കിലും ഒരു സഹായം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതുകൊണ്ട് മാത്രം കർഷകരെ പൂർണ്ണമായി സംരക്ഷിച്ച് നിർത്താൻ കഴിയും എന്ന തോന്നലൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ എന്നിരുന്നാലും ചെറുതാണെങ്കിലും ഒരു സഹായം ഉടനെ കർഷകർക്ക് ചെയ്തു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. എറണാകുളം യൂണിയൻ ഭാരവാഹി കൂടിയായ വത്സലം പിള്ളയാണ് മീഡിയയോട് സംസാരിച്ചത്. ഈ വില വർധനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പിടിച്ചുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നാണ് എറണാകുളം യൂണിയൻ ആരോപിക്കുന്നത്. കോൺഗ്രസ് അനുകൂല യൂണിയനാണ് എറണാകുളം യൂണിയൻ. നേരത്തെ പുറത്തുനിന്ന് സംസാരിച്ച എറണാകുളം മേഖലാ യൂണിയൻ ഭാരവാഹികളാണ്. അവർ വിലവർധന ഉടൻ തന്നെ വേണം എന്ന് ആവശ്യപ്പെടുകയാണ്. അത് നീട്ടിവെക്കുകയാണ് ബോർഡ് ചെയ്യുന്നതെന്നാണ് അവരുടെ ആരോപണം. സഫാൻ VP ആണ് വിവരങ്ങൾ നൽകിയത്.